അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസിഹറൻ വകാന റബ്ബുക ഖദീറ. അവനാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് രക്തബന്ധവും വിവാഹബന്ധവും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവൻ. നിന്റെ നാഥൻ ഏറെ കഴിവുറ്റവനാണല്ലോ. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. സ്നേഹാദരനരായ ഈ സംഗമത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ സാഹിബ്, വേദിയിലിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃ പദവി വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയങ്കരരായ സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം റബ്ബിന് ഏറെ ഇഷ്ടമുള്ള, റബ്ബിൻ്റെ അടുത്തുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇരുത്തമാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിക പ്രസ്ഥാനം 4 വർഷ കാലയളവിലേക്ക് അതിൻ്റെ പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം നടപ്പ് സമയം എങ്ങനെയാണോ മനുഷ്യൻ്റെ മുന്നോട്ട് പോക്ക്, അത് അടുത്ത ഭാവിയിൽ തന്നെ ഏതെല്ലാം തരത്തിൽ മനുഷ്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൽ എന്തൊക്കെ മനുഷ്യരോട് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് അതിൻ്റെ പ്രവർത്തന പദ്ധതികൾ അത് എഴുതി വെക്കാറുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക ലിബറലിസം എത്രമാത്രം അപകടം സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് സമൂഹത്തിൻ്റെ അടിത്തറയായ കുടുംബ ജീവിതത്തെ അതിൻ്റെ സന്തുലിതമായ കാഴ്ചപ്പാടിൽ നിന്ന് വഴിതിരിച്ചുവിടാനും കുടുംബസങ്കല്പത്തെ പഴഞ്ചനായും ഭാരമായും സ്വതന്ത്ര ജീവിതത്തിന് തികച്ചും തടസ്സമായും കണ്ടുകൊണ്ടുള്ള പ്രചരണത്തിനും വഴികൾ തുറക്കുന്നത് എന്ന് നമ്മുടെയൊക്കെ വീടകങ്ങളിൽ തന്നെ നമുക്ക് അതിൻ്റെ അലയൊലികൾ കേൾക്കാൻ തുടങ്ങിയ, നമുക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് പ്രിയമുള്ളവരെ സാംസ്കാരിക ലിബറലിസത്തിനെതിരെ സന്തുലിതമായ ഇസ്ലാമിക സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച സന്തുലിത കാഴ്ചപ്പാട് രൂപപ്പെടുത്താനും പ്രചരിപ്പിക്കാനുമുള്ള അവസരമായി ഈ ഒരു കാലയളവിൽ ഇസ്ലാമിക പ്രസ്ഥാനം ഈ ഒരു ക്യാമ്പയിനുമായി രംഗത്ത് വന്നിട്ടുള്ളത്.
ഡിസംബർ 1 മുതൽ 31 വരെയുള്ള ഈ ഒരു കാലയളവിൽ തീരുന്ന ഒന്നല്ല നമുക്ക് ജനമുമ്പിലേക്ക്, ജനമനസ്സിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. വ്യത്യസ്ത പരിപാടികളിലൂടെ കുടുംബ സംഗമങ്ങളായിട്ടും വിദ്യാർത്ഥി യുവജന സംഗമങ്ങളായിട്ടും ടീൻസ് മീറ്റുകളായിട്ടും ഗൃഹസന്ദർശനങ്ങളിലൂടെയും മസ്ജിദ് മഹല്ല് സംഗമങ്ങളിലൂടെയും എല്ലാം നമുക്ക് ജനങ്ങളോട് പറയാനുള്ള ഔപചാരികമായൊരു തുടക്കമാണ് കോഴിക്കോട് ജില്ലയുടെ ക്യാമ്പയിൻ പ്രവർത്തനത്തിൻ്റെ ഔപചാരികമായ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനായ നാഥൻ്റെ നാമത്തിൽ ജില്ലയിലെ ഈ വ്യത്യസ്ത പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതുദ്ദേശത്തോടെയാണോ ഈ ക്യാമ്പയിനിലെ വ്യത്യസ്ത പരിപാടികൾ നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഫലം നേടിയെടുക്കാൻ, അത് മനുഷ്യ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സാധാരണ നമ്മൾ എല്ലാ മീക്കാത്തിലും പല ജമാഅത്ത് ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനം കുടുംബ ക്യാമ്പയിൻ നടത്താറുണ്ട്. അത് പലപ്പോഴും കുടുംബമല്ലേ അത് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് നീക്കിവെക്കുന്ന ഒരു തരത്തിലേക്ക് അത് നീങ്ങിപ്പോവാറുണ്ട്. എന്നാൽ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയ സ്ഥാപനമാണ് എന്ന ബോധ്യപ്പെടുത്തൽ ഇന്ന് പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥിനികളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരെയും അഭിമുഖീകരിക്കുന്ന ഒരു ക്യാമ്പയിനായിക്കൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു കാലയളവ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ഈ ഒരു കുറഞ്ഞ സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുടുംബത്തെയും കുടുംബജീവിതത്തെയും അസ്ഥിരപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വസ്തുതകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ മുതലെടുപ്പ് നടത്താൻ നവമുതലാളിത്തവും ലിബറലിസവും അവയുടെ ഉപോൽപ്പന്നങ്ങളായ കമ്പോള സംസ്കാരവും വ്യക്തിവാദവും നവനാസ്തികതയും കമ്മ്യൂണിസവും എല്ലാം കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും അതിലൂടെ കുടുംബ ഭദ്രതയിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സദാചാര സങ്കല്പവും കുടുംബജീവിതത്തിൻ്റെ സൗന്ദര്യവും പൊളിച്ചു കളയുക എന്നത്, അതോടെ ഇസ്ലാം പവിത്രതയോടെ കാണുന്ന വിവാഹവും വൈവാഹിക ബന്ധങ്ങളും തലമുറകളുടെ വളർച്ചയിൽ കൊടുക്കുന്ന ശ്രദ്ധയും എല്ലാം ഭൗതിക സംസ്കാരത്തിൻ്റെ ചേരുവകൾ ചേർത്ത് നശിപ്പിച്ച് കളയുക എന്ന കമ്പോളവൽക്കരണത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ക്യാമ്പയിനിൻ്റെ ഗൗരവം, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ തുടങ്ങി എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിന്ന് സ്വന്തം സുഖസൗകര്യങ്ങളിൽ മാത്രം മനസ്സുവെച്ച് നിൽക്കുന്ന വ്യക്തികൾ വളരണം എന്ന് പലരും പലരുടെയും സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഭൗതികവും വൈകാരികവുമായ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന കമ്പോളവും അത് നേടാൻ ആവശ്യമായ പണം, ആ പണം നേടാൻ ആവശ്യമായ വ്യത്യസ്ത വഴികൾ, ഇവിടെ ക്രമസമാധാനം നിലനിൽക്കാൻ ആവശ്യമായ സർക്കാർ സംവിധാനങ്ങളും ഇത് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ലോകമാണ്, പ്രിയമുള്ളവരെ, ഇക്കൂട്ടർ മുന്നോട്ട് വെക്കുന്നത്
എന്നൊരു വലിയ ധർമ്മസങ്കടം ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഒരു വ്യക്തി നിർവഹിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നതോടെ, ആവർത്തിച്ചു പറയുകയാണ്, ഒരു വ്യക്തി നിർവഹിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നതോടെ മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്ന കുടുംബം എന്ന സാമൂഹിക സ്ഥാപനത്തെ പാടെ അവഗണിക്കുന്നതോടെ, മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം അതെൻ്റെ താല്പര്യം എന്ന ചിന്ത പ്രസരിക്കുന്നതോടെ കാര്യങ്ങളുടെ ഗതി മാറുന്നത് എത്ര വേഗത്തിലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് കുടുംബജീവിതത്തോട് അലർജിയും വിവാഹത്തോട് വിമുഖതയും കാണിക്കുന്ന ആളുകൾ നമ്മുടെ വിശ്വാസികളിൽ വരെ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഗർഭധാരണവും മുലയൂട്ടലും മക്കളെ വളർത്തലും ജീവിത സുഖത്തിന് മുന്നിലെ വിലങ്ങായി കാണുന്ന മാനസികാവസ്ഥ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് വേദനയോട് കൂടി ഒരു സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലോ ലൈംഗിക വീഴ്ചകളിലോ ജീവിതാസ്വാദനങ്ങളിലോ ഭക്ഷ്യവസ്തുക്കളിലോ വേഷവിധാനത്തിലോ ഒന്നും യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ആവശ്യമില്ല എന്ന തലത്തിലാണ് പുതിയ ആശയവ്യാപനത്തിലൂടെ വന്നു ചേർന്ന അബദ്ധ ചിന്താധാരകൾ എന്ന് പറയുന്നത്. ഇത് എവിടേക്കാണ് പ്രിയമുള്ളവരെ നമ്മെ കൊണ്ടെത്തിക്കുക? ഇത്തരം സ്വതന്ത്രവാദം നടപ്പിലാക്കിയ രാജ്യങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവർ തിരിഞ്ഞു നടക്കാനും വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇസ്ലാമിക സംസ്കാരത്തെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ ജീവിതത്തിന് അത് വിലങ്ങുതടിയായി മാറുന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നൽകി നമ്മുടെ മക്കളെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ആ വിദ്യാഭ്യാസ ഘട്ടമൊക്കെ കഴിഞ്ഞ് അതുവരെയും എൻ്റെ പൊന്നുമോൻ്റെ പിറകിൽ നിന്ന് നമസ്കരിക്കുന്ന അത്ര തഖ്വയോട് കൂടി ഇത്രയും കാലം ഞാൻ നമസ്കരിച്ചിട്ടില്ല മറ്റൊരു ഇമാമിൻ്റെ പുറകിൽ നിന്നും എന്ന് പറഞ്ഞ പല ഉമ്മമാർക്കും ഉപ്പമാർക്കും ആ മക്കൾ വലിയ സ്ഥാനത്തേക്ക് ഭൗതികമായി അവരെത്തിച്ചേർന്ന് പിതാവിൻ്റെയും മാതാവിൻ്റെയും അടുക്കലേക്ക് എത്തുന്നതോടുകൂടി ഉമ്മയും ഉപ്പയും നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ അവൻ്റേതായ വഴിയിലൂടെ ഇങ്ങനെയൊന്നും കൽപ്പിക്കുന്ന ഒന്നല്ല പടച്ചവൻ എന്ന് പറഞ്ഞ് മാറുന്നത് എത്ര വേദനയോടുകൂടി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. മനുഷ്യ ജീവിതത്തിന് തുടക്കം കുറിച്ചത് തന്നെ നമുക്കറിയാം, ആദം ഹവ്വ എന്ന ഇണകളെ സൃഷ്ടിച്ച് കുടുംബമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഒന്നല്ല, സൃഷ്ടാവായ നാഥൻ തന്നെ സൃഷ്ടിച്ച് തീരുമാനമെടുത്ത് അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ടു പോക്കിന് വേണ്ടി അള്ളാഹു തന്നെ നിർമ്മിച്ചു തന്ന ഒന്നാണ് എന്ന ഗൗരവത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും കുടുംബത്തെ കാണേണ്ടതും കുടുംബത്തെ പൊളിച്ചടക്കാനും വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതും. ഇന്ന് കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും നിരാകരിക്കുകയോ പുച്ഛിച്ചു തള്ളുകയോ ചെയ്യുന്ന കാഴ്ചപ്പാടിൽ ലിബറൽ ചിന്തകളുടെയും കമ്പോള സംസ്കാരത്തിൻ്റെയും എല്ലാം അവരുടെ അജണ്ടയായിട്ട് അവർ അതിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഈ കുടുംബത്തിൻ്റെ ഭദ്രതക്ക് നമ്മളറിയാതെ ഇത്തരത്തിലുള്ള ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വന്നതിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നാളെ അത് വൈകിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ തിരുത്താൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടുന്ന ഗൗരവം നിറഞ്ഞ ഘട്ടത്തിലാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ജില്ലയിൽ, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സിനോപ്സിസ് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി പോയ ഘട്ടത്തിൽ അതിൽ പല ഭാഗങ്ങളിലായിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്ന സഹോദരന്മാരാണ് ആ ഹാളിൽ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവർ സംസാരം കഴിഞ്ഞതോടുകൂടി എൻ്റെ ചുറ്റിലും സഹോദരിമാരാണ്. ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് കൂടുതൽ പറയണം എന്ന് ചോദിക്കാനല്ല വന്നിട്ടുള്ളത്.
ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷമങ്ങളുടെ കെട്ടയിക്കാൻ ഞാൻ തലവെച്ചു കൊടുക്കുമോ എന്ന് നോക്കാനാണ് അവർ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഓരോരുത്തരും അവരുടെ വിഷമങ്ങൾ ധാരാളം വോയിസായിട്ട്, ഫോൺ വിളിച്ച് കേൾക്കാൻ സമയമില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ വോയിസായി പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫോണ് കേൾക്കാത്ത പല വോയിസും ആ സഹോദരങ്ങളിൽ നിന്ന് ഇവിടെ ബാക്കി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെയാണ് നമുക്ക് പ്രശ്നം സംഭവിക്കുന്നത്? ആ തിരുത്തിനാണ് തുടർന്ന് വരുന്ന സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്കതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് 2 സൂറകളുടെ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന 2 വശത്തെക്കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വശം എന്ന് പറയുന്നത്, മനുഷ്യരെ, നിങ്ങളെ ഒരാത്മാവിൽ നിന്നും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട ഇണകളെ സൃഷ്ടിച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ആ 2 ഇണകളിൽ നിന്നായിട്ട് ധാരാളം സ്ത്രീ പുരുഷന്മാരെ ഭൂമിയിൽ വ്യാപിപ്പിച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഏത് റബ്ബിനെ കുറിച്ചാണോ നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ആ റബ്ബിനെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം എന്ന് ഈ ആദ്യത്തെ ആയത്തിൽ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടെങ്കിൽ, അതിൽ പറഞ്ഞ ഓരോ വശവും വളരെ വിശദമായി പഠിക്കേണ്ടുന്ന സംഗതിയാണ്. നമുക്ക് ഈ ക്യാമ്പയിൻ കാലയളവിൽ പല പരിപാടികളിൽ നിന്നായിട്ട് അതിൻ്റെ വിശദവശം നിങ്ങൾക്ക് കിട്ടും. മറ്റൊന്ന്, സൂറ അൽ ഹജ്ജിലെ 1-2 ആയത്തുകൾ. ആദ്യത്തെ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത്. സൂറ ഹജ്ജിലെ 1-2 ആയത്ത് മനുഷ്യനെ ഈ ലോകത്ത് നിന്ന്, ആദ്യം പറഞ്ഞ ആയത്ത് ഈ ലോകത്ത് മനുഷ്യനെ വ്യാപിപ്പിച്ച് നിങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജീവിത വിജയത്തെക്കുറിച്ചാണ് റബ്ബ് പഠിപ്പിച്ചതെങ്കിൽ, സൂറ ഹജ്ജിലെ ഈ 1-2 ആയത്തിൽ ഇവിടെ നിന്ന് നമ്മെ വേർപ്പെടുത്തി മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മളെ ആദ്യം വേർപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാമെല്ലാമായ കുടുംബത്തിൽ നിന്ന് നമ്മെ പറിച്ചെടുത്തുകൊണ്ടാണ്, ആ കുടുംബത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് പടച്ചതമ്പ് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും എന്ന് അള്ളാനെ സൂക്ഷിക്കുക, റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം, ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അലീം യൗമ തറൗനഹ, ആ രക്ഷിതാവിനെ സൂക്ഷിക്കുവിൻ, അന്ത്യനാളിലെ പ്രകമ്പനം ഭീകരമായൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് വെച്ച് അള്ളാഹ് പറയുന്നത് എന്താണ്? ആ ദിവസം സംഭവിക്കാനിരിക്കുന്ന ഭീകരമായ അവസ്ഥയെ മനുഷ്യരെ പഠിപ്പിക്കുമ്പോൾ ആദ്യം അവിടെ സൂചിപ്പിച്ചത് എന്താണ്? യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. ഓരോ ഉമ്മയുടെയും മനസ്സിലേക്ക് അത് കടന്നു വന്നിട്ടുണ്ടാവും. ഒരു കുഞ്ഞിനെ ഒരു ഉമ്മ മുലയൂട്ടി വളർത്തുന്ന സമയത്ത്, മുല കൊടുക്കുന്ന സമയത്ത് മാറോടണച്ചു പിടിച്ച് തലയിലൂടെ തടവിക്കൊടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ച്, പടച്ച റബ്ബേ എൻ്റെ ഈ കുഞ്ഞിനെ നീ ഉയരങ്ങളിലെത്തിക്കണമേ പടച്ചവനെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മാറോടണച്ച് മുലപ്പാൽ കൊടുക്കുന്ന ഈ ഒരു സന്ദർഭത്തെ ഓർത്തു നോക്കുക. ആ മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ ഈ ഭീകരമായ സന്ദർഭത്തിൽ സ്വന്തം പിഞ്ചു പൈതലിനെ മാറിൽ നിന്ന് വലിച്ചെറിഞ്ഞ് സ്വന്തം തടി നോക്കി ഓടും എന്ന് പറഞ്ഞാൽ ആ ഗൗരവം മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ, ആ ദിവസത്തിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താനാണ് ഇവിടെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് പറഞ്ഞതെങ്കിൽ, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുടുംബത്തെ വലിച്ചെറിയുന്ന, സ്വന്തം മാതാപിതാക്കളെ വലിച്ചെറിയുന്ന, മക്കളെ പിച്ചി ചീന്തുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് പ്രിയമുള്ളവരെ തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാം ആലോചിക്കേണ്ടത്, മനുഷ്യനെ സംസ്കാര സമ്പന്നനും ഉത്തരവാദിത്വ ബോധമുള്ളവനുമായി വളർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഒന്നാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബഘടനയെ തന്നെ തകർക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ, ഈ കുടുംബം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും സ്ത്രീ പുരുഷ സമത്വത്തെയും നിരാകരിക്കുന്നു എന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ ബോധ്യപ്പെടുത്താൻ അവരവരുടേതായ ചിന്തയിലൂടെ, ആശയപ്രചരണത്തിലൂടെ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഓർക്കണം, ശരീരത്തിന് മേൽ തനിക്കുള്ള അവകാശത്തെ അംഗീകരിക്കുന്നില്ല എൻ്റെ കുടുംബം.
തുടങ്ങിയ നവലിബറലിസം പ്രസരിപ്പിക്കുന്ന ആശയങ്ങൾ സ്വാധീനിച്ചതിൻ്റെ പരിണതി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബ ക്യാമ്പയിനിലെ വ്യത്യസ്ത പരിപാടികളിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനം ഉദ്ദേശിച്ചിട്ടുള്ളത് വിവാഹം വേണ്ട, കുടുംബം വേണ്ട, വിവാഹം നടക്കുകയാണെങ്കിൽ തന്നെ അത് ഏറെ വൈകി മതി. ഒന്നിച്ച് ജീവിക്കാനാവുമോ എന്ന് വിവാഹത്തിന് മുമ്പേ പ്രായോഗികമായി പരീക്ഷിച്ചറിയുന്ന ലിവിങ് ടുഗദർ. ഞാൻ എന്തിന് ആണായി തുടരണം, ഞാൻ എന്തിന് പെണ്ണായി തുടരണം, എനിക്ക് ആണുമായിക്കൂടെ, എനിക്ക് പെണ്ണുമായിക്കൂടെ എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്ന തരത്തിലുള്ള പുത്തൻ ചിന്താഗതികളെ മനസ്സിലേക്ക് വെച്ചുകൊടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒട്ടേറെ വിഷയങ്ങൾ ഇതുമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ വിവിധ വശങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, യാതൊന്നും അറിയാത്തവരായി സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ആദ്യം ദുർബലാവസ്ഥ തന്ന പടച്ച തമ്പുരാൻ, പിന്നെ നമ്മെ ശക്തരാക്കി മാറ്റുന്നതിന് നമുക്ക് കേൾവിയുള്ള ചെവിയും കാഴ്ചയുള്ള കണ്ണും ചിന്തിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനുമുള്ള ബുദ്ധിശക്തിയും തന്ന പടച്ച തമ്പുരാൻ എത്ര സുന്ദരമായിട്ടാണ് ആ ആദ്യ നാളിലെ ദുർബലാവസ്ഥയിൽ എങ്ങനെയാണോ നിങ്ങൾ പിഞ്ചു പൈതങ്ങളെ സ്നേഹത്തോടു കൂടി, നേരത്തെ നമ്മുടെ അധ്യക്ഷ ഭാഷണത്തിൽ ഫൈസൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ, ആ പിഞ്ചു പൈതലിനെ മടിയിൽ മൂത്രമൊഴിച്ചാലും നമ്മൾ എത്ര തന്നെ പ്രയാസപ്പെടുത്തിയാലും ഏത് രൂപത്തിലാണോ ആ പിഞ്ചു മക്കളെ നാം പരിചരിക്കുന്നത്, അതുപോലെ രണ്ടാമത്തെ ദുർബലാവസ്ഥയിലും നിങ്ങളെ ആ അർത്ഥത്തിൽ പരിഗണിച്ച മാതാപിതാക്കളെ പരിചരിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നത് ഏതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ? കുടുംബത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച സമയത്ത് ദുർബലാവസ്ഥയിൽ പടച്ച തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചു. ആ ദുർബലാവസ്ഥ കഴിഞ്ഞ് ആ ദുർബലാവസ്ഥ കഴിഞ്ഞ് പിന്നെ നാം നിങ്ങൾക്ക് ശക്തി നൽകി. വീണ്ടും അല്ലാഹ് പറയുന്നുണ്ട്, വീണ്ടും ആ ശക്തി തന്ന അവസ്ഥ കഴിഞ്ഞ് വീണ്ടും ദുർബലാവസ്ഥയിലേക്ക് പോകുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ പ്രായമായവരെ പരിചരിക്കാൻ, കുഞ്ഞുമക്കളെ പരിപാലിക്കാൻ, മക്കളുടെ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ സൂക്ഷിക്കാൻ എല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വശങ്ങളൊക്കെ തുടർന്നുള്ള സംസാരങ്ങൾ നമുക്ക് വരും. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, പലരെയും നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ മാതൃകയായിട്ട് പലരെയും നമ്മൾ കാണാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ്. എത്ര സുഖാഡംബരങ്ങളോട് കൂടിയിട്ടായിരുന്നു പ്രിയ പത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനോടൊപ്പം ആദ്യകാലത്ത് ജീവിച്ചിരുന്നത്. അവരെക്കുറിച്ച് ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ധരിച്ച വസ്ത്രം അവർ പിന്നീട് ധരിച്ചിട്ടുണ്ടാവുകയില്ല. അത്രത്തോളം ആടയാഭരണങ്ങളാൽ സുഖസമ്പൽ സമൃദ്ധമായ ജീവിതം നയിച്ച അവരോട് ഖലീഫയായ ഉടനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ളവളെ ഫാത്തിമ, എന്ത് കിട്ടിയാലും കൊതി തീരാത്ത പ്രകൃതമാണ് എൻ്റേത്. ഒന്ന് ലഭിച്ചാൽ കൂടുതൽ നല്ലത് ഞാൻ മോഹിക്കും. ഇപ്പോൾ ഭൂമിയിൽ ആഗ്രഹിക്കപ്പെടാവുന്നതിൽ അത്യുത്തമമായത് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതിനാൽ ഇനി എൻ്റെ മോഹം സ്വർഗമാണ്. ഇത് പറഞ്ഞ്, അതിനാൽ നിനക്ക് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം പ്രിയമുള്ളവളെ. ഒന്നുകിൽ നിൻ്റെ വിലപിടിച്ച വസ്ത്രങ്ങളും അമൂല്യങ്ങളായ ആഭരണങ്ങളും ആഡംബര ജീവിതവും, അതല്ലെങ്കിൽ എന്നെ എന്ന് പറയുമ്പോഴേക്കും കണ്ണിൽ നിന്ന് ധാരയായിട്ട് കണ്ണുനീർ വീഴുകയാണ്. ആലോചിച്ച് നോക്കണം, ഇണതുണ ബന്ധം അത് ഉള്ളപ്പോൾ മാത്രമല്ല, ഇല്ലാത്തപ്പോഴും കൂടെ നിൽക്കാൻ ഇസ്ലാമല്ലാതെ നമുക്ക് മറ്റേതാണ് ആ സ്നേഹത്തോടെ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്ന് പറയുന്നത്? ഫാത്തിമയുടെ മറുപടിയുണ്ട്, അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു കൊള്ളുക, ഞാൻ എന്നും അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കും. സുഭിക്ഷതയിൽ കൂടെ നിന്ന ഞാൻ കഷ്ടപ്പാടിൽ നിങ്ങളെ വേർപിരിയുകയോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകുകയാണ്. അങ്ങക്ക് തൃപ്തികരമായത് എന്തും ചെയ്തോളൂ, അങ്ങക്ക് അനിഷ്ടകരമായത് എന്തൊക്കെയുണ്ടോ അതെന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ഉപേക്ഷിക്കാൻ ഒരുക്കമാണ്.
ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ബന്ധത്തിൻ്റെ ഊഷ്മളത എന്ന് പറയുന്നത്. ഇവരാണല്ലോ പ്രിയമുള്ളവരെ ഓർത്തു നോക്കുക, പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഘട്ടമൊക്കെ കടന്നുപോയതെന്ന് നമുക്കറിയാം. ഞാൻ നീട്ടി പറയുന്നില്ല. ഈ ചരിത്രം പറയുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുള്ള ഒന്ന് മൗദൂദി സാഹിബിൻ്റെ പ്രിയപത്നി മഹമൂദ ബീഗത്തെയാണ്. ഇതേപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞതുപോലെ നല്ല സുഖസമ്പന്നമായ ജീവിതം നയിച്ചവരായിരുന്നു അവർ. മൗദൂദി സാഹിബ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശത്തിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തപ്പോൾ, അങ്ങോട്ട് മാറി താമസിച്ചപ്പോൾ, മണ്ണെണ്ണ വിളക്കിൽ വളരെ കുറഞ്ഞ സൗകര്യത്തിൽ കുഞ്ഞു മക്കളോടൊപ്പം അവിടെ ജീവിച്ചപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ആ കുഞ്ഞു മക്കളെ പ്രാപ്തരാക്കി, എന്ത് പരീക്ഷണം വന്നാലും അതിനെ നേരിടാനുള്ള കെൽപ്പുറ്റവരാക്കി അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണല്ലോ 1948 മൗദൂദി സാഹിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, അതുവരെയും രചിച്ച 80-ലധികം പുസ്തകമല്ലാതെ യാതൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. കൈകൊണ്ട് പലതും തുന്നിക്കൂട്ടി പലതും ഉണ്ടാക്കി വിൽപ്പന നടത്തിയിട്ടാണ് ജയിലിൽ നിന്നും വരുന്നത് വരെ മക്കളെ പോറ്റിയത് എന്ന് പറയുമ്പോൾ, 1953 മൗദൂദി സാഹിബിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് വിധി വന്ന സമയത്ത് ഒരു ചാഞ്ചാട്ടവുമില്ലാതെ മക്കളെ സാധാരണ പോലെ സ്കൂളിലേക്ക് ഒരുക്കി പറഞ്ഞയച്ച് വഴിയിലെത്തിയപ്പോഴും ഒരു മോനിങ്ങനെ കേൾക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്. മൗദൂദിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രം വിൽക്കുന്ന ആളിങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അടുത്ത് കൂടെ പോകുന്ന മോന് ചോദിക്കുകയാണ്, എൻ്റെ വാപ്പനെ കുറിച്ചല്ല ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മത് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് ഓടി വരികയാണ്. ഉമ്മാൻ്റെ മോന് വേഗം പോയിക്കോളി സ്കൂളിലേക്ക് തിരിച്ചു പറഞ്ഞേക്കാം. ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ അമീർ ഷെയ്ഖ് സുൽത്താൻ അഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇതാണ് ഞാൻ അവിടെ പറയാൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ അള്ളാഹുവിൻ്റെ വിധിയിൽ സദാ സന്തുഷ്ടയും നന്ദിയുള്ളവളുമാണ്. അതിലുപരി കുട്ടികൾ പോലും ഇതിൽ തീരെ അസ്വസ്ഥരല്ല. അവരെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിലും. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് എന്തിൻ്റെ പേരിലായിരിക്കും? അതിലേക്കുള്ളൊരു സൂചന നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 സംഭവങ്ങളും ഇവിടെ പറഞ്ഞത്. അവസാനിപ്പിക്കുകയാണ്. KC അബ്ദുള്ള മൗലവി അവസാന ഘട്ടം വരെയും അദ്ദേഹത്തിന് യോഗങ്ങളിലേക്ക് മീറ്റിങ്ങുകളിലേക്ക് പോവാൻ വേണ്ടിയിട്ട് പ്രിയ പത്നി ഡ്രസ്സും സാധനങ്ങളും ബാഗിൽ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ചിത്രം മുമ്പേ നടന്നവർ എന്ന പുസ്തകത്തിൽ മക്കൾ എഴുതിയത് നിങ്ങൾ വായിച്ചിരിക്കും. മാച്ച് ഒപ്പിച്ച് തേച്ച് മിനുക്കി ബാഗിലാക്കി കൂടെ പോകുന്നിടത്തേക്ക് വാതിൽക്കൽ വരെ എത്തി പറഞ്ഞയക്കുന്ന പ്രിയ പത്നി, തിരിച്ചു വരുമ്പോഴേക്കും കാത്തിരിക്കുന്ന പ്രിയ പത്നി, അവസാന ഘട്ടത്തിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എപ്പോഴും ഒരുക്കി വെച്ച് കൂടെ നിന്ന് തീറ്റിക്കുന്ന അവരുടെ പ്രിയ പത്നി, അവസാന മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഒന്നും കഴിക്കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും നീ കഞ്ഞി കുടിച്ചു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ട വെളുത്തുള്ളിയുടെ അച്ചാറ് നാവിലേക്ക് അങ്ങോട്ട് വായി തുറന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് തിരികിയിട്ട് ആ അച്ചാറിന് വേണ്ടിയിട്ട് വീണ്ടും വായ തുറന്നപ്പോൾ കഞ്ഞി വേഗം വേഗം മുക്കി കുടിപ്പിച്ചു. ആ കുടിപ്പിച്ച സമയത്ത് മക്കൾ കൂടെ നിന്ന് ചിരിച്ചു. വല്ലാത്തൊരു തന്ത്രം തന്നെ, വെറുതെ അല്ല പടച്ചോൻ പറഞ്ഞത് എന്ന് തമാശക്ക് പറഞ്ഞു. ഇന്ന കൈതക്കുന്ന അലീം എന്ന് അല്ല പറഞ്ഞത് വെറുതല്ലട്ടോ എന്ന് മക്കൾ പറഞ്ഞപ്പം അതുവരെ നിശബ്ദനായി നിന്ന KC അബ്ദുള്ള മൗലവി ദേഷ്യത്തോട് കൂടിയിട്ട് കണ്ണ് തുറന്നിട്ട്, ആരെക്കുറിച്ചാണ് നിങ്ങൾ ആ പറഞ്ഞത് എന്ന് ചോദിച്ചത് വല്ലാത്തൊരു പാടാണ്. ഇന്ന കൈതക്കുന്ന അലീം എന്ന് അല്ല പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് നിങ്ങൾ ഉമ്മാനെക്കുറിച്ച് പറയേ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീർ പൊഴിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കുടുംബങ്ങളൊക്കെ, ആ ദാമ്പത്യ ബന്ധങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. ഇതെല്ലാം അന്യം വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പുതുതലമുറക്ക്. അവർക്കിടയിലുള്ള സ്നേഹബന്ധം, അവർക്കിടയിലുള്ള ഇണതുണ ബന്ധം എന്തിൻ്റെ പേരിലാണ്, എത്രത്തോളമാണ്
എന്നുള്ള പരീക്ഷണ വസ്തുവായി മാറിക്കഴിഞ്ഞ ഘട്ടത്തിൽ അതിനെ തിരിച്ചു പിടിക്കാൻ, ഇസ്ലാമിൻ്റെ തനിമയാർന്ന സത്തയിലൂടെ കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധ്യമാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു കാലയളവിൽ നമ്മൾ കേൾക്കുന്ന ഓരോ സംഗതിയും അതിന് നമുക്ക് ഉപകരിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. റബ്ബ് നമ്മിൽ നിന്നും ഇത് സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.